CPM-ന്റെ ഈ സഭയിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളിൽ ഒരാളായ സജി ചെറിയാൻ കഴിഞ്ഞ തവണ ടേമിലുള്ള മന്ത്രിയായിരുന്ന ആൾ. എന്തായാലും അദ്ദേഹത്തിന്റെ വലിയ ഭൂരിപക്ഷം അത് 10,000-ൽ മുകളിലായി കുറഞ്ഞിട്ടുണ്ട് എങ്കിൽ കൂടി ഈ വലിയ UDF തരംഗത്തിനിടയിൽ പിടിച്ചു നിന്ന ഒരു നേതാവ് കൂടിയാണ് സജി ചെറിയാൻ. ചെങ്ങന്നൂരിൽ നിന്ന് 10,000-ൽ അധികം വോട്ടിനാണ് സജി ചെറിയാൻ വിജയിച്ചത്. സജി ചെറിയാൻ എന്ന ഞാൻ നിയമസഭയിലെ ഒരു അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നതിനാൽ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിൻ്റെ ഭരണഘടനയോട് ഞാൻ നിർവ്യാജമായ വിശ്വസ്തയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിൻ്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ ഏറ്റെടുക്കുവാൻ പോകുന്ന കർത്തവ്യം ഞാൻ വിശ്വസ്തയോടെ നിർവഹിക്കുമെന്നും സഗൗരവം പ്രതിജ്ഞ ചെയ്യുന്നു. ശ്രീ PMA സമീർ. PMA സമീർ എന്ന ഞാൻ നിയമസഭയിലെ ഒരംഗമായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നതിനാൽ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിൻ്റെ ഭരണഘടനയോട് ഞാൻ നിർവ്യാജമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിൻ്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ ഏറ്റെടുക്കുവാൻ പോകുന്ന കർത്തവ്യം ഞാൻ വിശ്വസ്തയോടുകൂടി നിർവഹിക്കുമെന്നും ദൈവത്തിൻ്റെ നാമത്തിൽ സത്യം ചെയ്യുന്നു. ഭൂരിപക്ഷം തന്നെയാണ് ഇതിലെ ശ്രദ്ധാകേന്ദ്രം. കാരണം ഈ തെരഞ്ഞെടുപ്പിൽ കുഞ്ഞാലിക്കുട്ടി വലിയ ഭൂരിപക്ഷത്തിലേക്ക് പോയതുകൊണ്ട് മാത്രം അധികം ചർച്ചയാകാതെ പോയ ഭൂരിപക്ഷമാണ്. 63,000-ലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് തിരൂരങ്ങാടിയിൽ നിന്നും ജയിച്ച അടുത്തതായി N ഷംസുദ്ദീനാണ് MLA ആയി സത്യപ്രതിജ്ഞ ചെയ്യാൻ പോകുന്നത്. VD സതീശൻ സർക്കാരിലെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി കൂടിയാണ്. മണ്ണാർക്കാട് നിന്ന് ഇത്തവണ 4 ലക്ഷത്തിലേറെ വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് ജയിച്ച ആൾ. N ഷംസുദ്ദീൻ എന്ന ഞാൻ നിയമസഭയിലെ ഒരു അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നതിനാൽ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിൻ്റെ ഭരണഘടനയോട് ഞാൻ നിർവ്യാജമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിൻ്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ ഏറ്റെടുക്കുവാൻ പോകുന്ന കർത്തവ്യം ഞാൻ വിശ്വസ്തയോടുകൂടി നിർവഹിക്കുമെന്നും ദൈവത്തിൻ്റെ നാമത്തിൽ സത്യം ചെയ്യുന്നു. ശ്രീ സന്ദീപ് വാര്യർ. സന്ദീപ് വാര്യർ, സത്യത്തിൽ ഈ UDFന്റെ ഇത്തവണത്തെ പട്ടികയിൽ അത് ഇടതുപക്ഷത്തിൻ്റെ കോട്ടയിലേക്ക് പറഞ്ഞയച്ച ഒരാൾ കൂടിയാണ്. തൃക്കരിപ്പൂരിൽ വലിയൊരു മത്സരം കാഴ്ചവെച്ച ആ മണ്ഡലം UDFനായി പിടിച്ചെടുത്ത ആൾ കൂടിയാണ്. BJPയിൽ നിന്ന് കോൺഗ്രസിലെത്തി വളരെ കുറഞ്ഞ കാലം കൊണ്ട് തന്നെ കോൺഗ്രസിൽ UDFൽ വളരെ നിർണായകമായ ഒരു പദവിയിലേക്ക് എത്തി. അവിടെ ആ പ്രവർത്തകരുടെ വലിയ ആവേശമായി മാറി. കാസർഗോഡ് പോലെ ഒരു ജില്ലയിൽ തൃക്കരിപ്പൂർ പോലെ ഇടതുപക്ഷ തുടർച്ചയായി ജയിച്ചുകൊണ്ടിരിക്കുന്ന അവരുടെ കോട്ടയായ ഒരു മണ്ഡലത്തിൽ വിജയിച്ചുകൊണ്ട് ഭരണഘടന ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ്. Having been elected a member of the Legislative Assembly, do swear in the name of God that I will bear true faith and allegiance to the Constitution of India as by law established, that I will uphold the sovereignty and integrity of India, and that I will faithfully discharge the duty upon which I am about to enter. Jai Hind, Jai Samvidhan. ഇംഗ്ലീഷിലാണ് സന്ദീപ് വാര്യരുടെ സത്യപ്രതിജ്ഞ. എന്തായാലും ഭരണഘടനയുടെ ചെറുപതിപ്പ് ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് സന്ദീപ് വാര്യർ സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. ശ്രീ സനീഷ് കുമാർ ജോസഫ്. ചാലക്കുടി MLA ആയ സനീഷ് കുമാർ ജോസഫ് കഴിഞ്ഞ തവണയും ചാലക്കുടിയിൽ നിന്ന് നേരിയ ഭൂരിപക്ഷത്തിലാണെങ്കിൽ കൂടി കഴിഞ്ഞ തവണയും ആ മണ്ഡലം കോൺഗ്രസിന് വേണ്ടി പിടിച്ചെടുത്തു. ഇത്തവണ ആ മണ്ഡലം അതുപോലെ തന്നെ നിലനിർത്തി. വലിയ ഒരു UDF തരംഗത്തിനിടയിലും
LDF പിടിച്ചു നിന്ന ഒരു ജില്ലയാണ് തൃശ്ശൂർ. അവിടെ ചാലക്കുടിയിൽ എന്തായാലും ഇത്തവണ UDF വേണ്ടി തന്നെ ആ മണ്ഡലം നിലനിർത്താൻ സനീഷ് കുമാർ ജോസഫ് എന്ന ഞാൻ നിയമസഭയിലെ ഒരംഗമായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നതിനാൽ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിൻ്റെ ഭരണഘടനയോട് ഞാൻ നിർവാജ്യമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിൻ്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ ഏറ്റെടുക്കുവാൻ പോകുന്ന കർത്തവ്യം ഞാൻ വിശ്വസ്തയോടുകൂടി നിർവഹിക്കുമെന്നും ദൈവത്തിൻ്റെ നാമത്തിൽ സത്യം ചെയ്യുന്നു. സനീഷ് കുമാർ ജോസഫും ദൈവനാമത്തിലാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. ചാലക്കുടിയുടെ VK സനോജ്. മട്ടന്നൂരിൽ നിന്ന് വിജയിച്ച DYFIയുടെ സംസ്ഥാന സെക്രട്ടറി VK സനോജാണ് അടുത്തതായി സത്യപ്രതിജ്ഞ ചെയ്യാൻ എത്തുന്നത്. ശൈലജ ടീച്ചർ മട്ടന്നൂരിൽ നിന്ന് പേരാവൂരിലേക്ക് മത്സരിക്കാൻ പോയപ്പോൾ മട്ടന്നൂരിൽ മത്സരിക്കാനെത്തിയ DYFIയുടെ സംസ്ഥാന സെക്രട്ടറി 14,168 വോട്ടിനാണ് വിജയം. മട്ടന്നൂരിൽ കഴിഞ്ഞ തവണ റെക്കോർഡ് ഭൂരിപക്ഷം ഉണ്ടായിരുന്നത്. വലിയ തോതിൽ പാർട്ടി വോട്ടുകളടക്കം കുറഞ്ഞ ഒരു പശ്ചാത്തലം ഉണ്ട് VK സനോജിന്റെ സത്യപ്രതിജ്ഞ. VK സനോജ് എന്ന ഞാൻ നിയമസഭയിലെ ഒരംഗമായി തിരഞ്ഞെടുക്കപ്പെട്ടതിനാൽ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിൻ്റെ ഭരണഘടനയോട് ഞാൻ നിർവ്യാജമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിൻ്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ ഏറ്റെടുക്കുവാൻ പോകുന്ന കർത്തവ്യം ഞാൻ വിശ്വസ്തയോടുകൂടി നിർവഹിക്കുമെന്നും സഗൗരവം പ്രതിജ്ഞ ചെയ്യുന്നു. CPMന്റെ നേതാക്കളൊക്കെ ചെയ്യുന്നത് പോലെ സഗൗരവം തന്നെയാണ് ശ്രീ VK CV സനോജ്. ശാന്തകുമാർ. അടൂരിൽ നിന്നുള്ള MLA CV ശാന്തകുമാറാണ് അടുത്തതായി സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. 10,332 വോട്ടിനാണ് അടൂരിൽ നിന്ന് CV ശാന്തകുമാർ തെരഞ്ഞെടുക്കപ്പെട്ടത്. CV ശാന്തകുമാർ എന്ന ഞാൻ നിയമസഭയിലെ ഒരംഗമായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നതിനാൽ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിൻ്റെ ഭരണഘടനയോട് ഞാൻ നിർവ്യാജമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിൻ്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ ഏറ്റെടുക്കുവാൻ പോകുന്ന കർത്തവ്യം ഞാൻ വിശ്വസ്തയോടുകൂടി നിർവഹിക്കുമെന്നും ദൈവത്തിൻ്റെ നാമത്തിൽ സത്യം ചെയ്യുന്നു. ശ്രീ TM ശശി. ആലത്തൂരിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട TM ശശിയാണ് അടുത്തതായി സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. TM ശശി എന്ന ഞാൻ നിയമസഭയിലെ ഒരു അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നതിനാൽ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിൻ്റെ ഭരണഘടനയോട് ഞാൻ നിർവ്യാജമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിൻ്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ ഏറ്റെടുക്കാൻ പോകുന്ന കർത്തവ്യം ഞാൻ വിശ്വസ്തയോടുകൂടി നിർവഹിക്കുമെന്നും സഗൗരവം പ്രതിജ്ഞ ചെയ്യുന്നു.